ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മാസ്റ്റർ ട്രഷറി. അപ്പോൾ നമ്മൾ ഇതിനോടകം തന്നെ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ അതെങ്ങനെയാണ് ആ സൈൻ്റെ റൂളുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ സിംപ്ലിഫിക്കേഷൻ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ എന്താണ് റാഷണൽ നമ്പേഴ്സ്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് പലതരത്തിലുള്ള നമ്പേഴ്സുകൾ അറിയാം. ഇപ്പോൾ 1, 2, 3 എക്സെട്ര ഇതെന്താണ്? കൗണ്ടിങ് നമ്പേഴ്സ്, അതായത് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സാണിത്. സീറോയോട് ഉൾപ്പെട്ടാലോ അത് ഹോൾ നമ്പേഴ്സ്. സീറോ 1, 2, 3 എക്സെട്ര. പിന്നെ ഇങ്ങോട്ടുള്ള നെഗറ്റീവ് നമ്പേഴ്സ് -1, -1, -2, -3 എക്സെട്ര അതുകൂടെ ചേർത്താൽ ഇപ്പോൾ 0, 1, 2, 3 എക്സെട്ര അങ്ങോട്ട് -1, -2, -3 എക്സെട്ര ലെഫ്റ്റിലേക്ക്. അങ്ങനെ ആകുമ്പോൾ അത് ഇൻറ്റിജേഴ്സ്. ഇനി ഇതിനിടയിൽ എല്ലാ നമ്പേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ 1½ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിനിടയ്ക്ക് വരും അല്ലേ, നെഗറ്റീവ് ഹാഫ് ഇവിടെ വരും. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള നമ്പേഴ്സ്, പോസിറ്റീവായിട്ടുള്ള നമ്പേഴ്സ് ഇതിനിടയിലുള്ളത് എന്ന് പറയുമ്പോൾ അതെല്ലാം P/Q രൂപത്തിലുള്ളതാണ്. അപ്പോൾ ഇതിനിടയിലുള്ള P/Q രൂപത്തിലുള്ളത് ഉള്ള ഇത്തരത്തിലുള്ള നമ്പേഴ്സ് Q ≠ 0 എന്നൊരു കണ്ടീഷനൂടെ അവിടെയുണ്ട്. Q 0 0 ആകാൻ പാടില്ല. P/Q രൂപത്തിലുള്ളതെല്ലാം റാഷണൽ നമ്പേഴ്സാണ്. ഇൻറ്റിജേഴ്സും അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്റർ 1 എന്ന് നമുക്ക് ഇടാം. അപ്പോൾ ഇതും P/Q രൂപമാണ്. അങ്ങനെ P/Q Q ≠ 0 എന്ന തരത്തിലുള്ള നമ്പേഴ്സ്. Pയും Qയും ഇൻറ്റിജേഴ്സ്, ബട്ട് Q ≠ 0. ഇത്തരത്തിലുള്ള നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തരത്തിൽ നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ സിംപ്ലിഫിക്കേഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നെഗറ്റീവ് കൂടെ ഉൾപ്പെടുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ ഉള്ള എക്സ്പ്രഷൻസ് 8 മൈനസ്, ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, 8 മൈനസ് പിന്നെ ഒരു കേളി ബ്രാക്കറ്റ്, 8 മൈനസ് പിന്നെ ഒരു സിമ്പിൾ ബ്രാക്കറ്റ് 8 - 8. അപ്പോൾ ഇതിനകത്ത് സിമ്പിൾ ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റ് ആൻഡ് സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ബ്രാക്കറ്റ് ഉൾപ്പെടുന്ന എക്സ്പ്രഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഓർഡറിൽ വേണം. അതിനൊരു ഓർഡറുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ബോട്ട്മാസ് റൂൾ. ബ്രാക്കറ്റ്സ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, ഇതാണ് അതിൻ്റെ ഓർഡർ. ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ബ്രാക്കറ്റ് ഉണ്ട്, കേളി ബ്രാക്കറ്റ്, ദെൻ സ്ക്വയർ ബ്രാക്കറ്റ്. ഇത്തരത്തിലായിരിക്കണം അതിൻ്റെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ആ ഓർഡർ ഇങ്ങനെയായിരിക്കണം. പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, അതാണ് ബോട്ട്മാസ് റൂൾ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്കത് എന്താണെന്ന് കൂടുതൽ വ്യക്തമാകും. ഇതിൽ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കേളി ബ്രാക്കറ്റ് ഉണ്ട്, ആ കേളി ബ്രാക്കറ്റിനകത്ത് സിമ്പിൾ ബ്രാക്കറ്റ്, സ്മോൾ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇവിടുന്ന് തുടങ്ങണം. സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. ഈ സ്മോൾ ബ്രാക്കറ്റിനകത്ത് 8 - 8, 8 - 8 0. അപ്പോൾ നമ്മൾ ബാക്കി ഇങ്ങോട്ട് എഴുതിയാൽ 8 - 0 അല്ലേ എന്ന് വരും. 8 - 0 8. അപ്പോൾ അതെങ്ങനെ വരുന്നു? 8 - 8, ഇത് 8 ആയി അല്ലേ. ദാറ്റ് ഈസ് 8 - ഇതിനകം 0, ദാറ്റ്സ് ഈക്വൽ ടു 8. ഈ ക്രമത്തിൽ വേണം ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, -1 ഇൻറ്റു ബ്രാക്കറ്റിലാണ് -4 + -20, പിന്നെ
ബ്രാക്കറ്റിൻ്റെ പുറത്ത് മൈനസ് ഇൻറ്റു -6 -8 -5. ഇവിടെ ബ്രാക്കറ്റുകളുണ്ട്. കേളി ബ്രാക്കറ്റ് അകത്ത് ഈ ബ്രാക്കറ്റുകളെല്ലാം ഉണ്ട്. സിമ്പിൾ ബ്രാക്കറ്റ് ഉണ്ട്, അതായത് സ്മോൾ ബ്രാക്കറ്റ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം? ഇത് ബ്രാക്കറ്റ് ചെയ്യണം ആദ്യം, പിന്നെ ഇതും ചെയ്യണം. ഇത് രണ്ടും ഒരേ ഇതിലായതുകൊണ്ട് ഇതിനകത്തല്ലല്ലോ, അകത്തല്ലാത്തത് കൊണ്ട് ഇത് രണ്ടും നമുക്ക് ഒരേ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം. ഓക്കെ, ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ബ്രാക്കറ്റും ചെയ്യാം. അതായത് ഇപ്പോൾ ഇത് -1. അപ്പോൾ ഈ പുറത്തേത് ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇതിങ്ങനെ വെറുതെ അത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ -1 അതുപോലെ എഴുതി, -1. ഇനി ഇത് എന്ന് പറയുന്നത് -4 + -20 ആണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ -24 അപ്പോൾ അത് -24. ഇത് മൾട്ടിപ്ലിക്കേഷനായി ഇവിടെ, ഇൻറ്റു ഇത് -6 -8 -5 3. ഇത് കണ്ടോ, ഇത് 3 മൾട്ടിപ്ലൈ ചെയ്യാനാണ്, എന്നിട്ട് അതിൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യാനാണ്. 3 നെഗറ്റീവ് നമ്പേഴ്സുമാണ്, മൾട്ടിപ്ലൈ ചെയ്യണം. 3 കൂടെ മൾട്ടിപ്ലൈ 3 നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കുമല്ലോ, ആയിരിക്കും. 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ അത് പോസിറ്റീവ് ആകും. പിന്നെ പോസിറ്റീവും ആ നെഗറ്റീവും കൂടെ ആകുമ്പോൾ വീണ്ടും നെഗറ്റീവായി. അപ്പോൾ എത്ര വരും? ഇത് മൈനസ് ഇതെത്ര വരും? 24 144 24 × 6, പിന്നെ -3. ദാറ്റ്സ് ഈക്വൽ ടു -144 -3 എത്രയാണ്? മൈനസ് ഓഫ് എഴുതി കൂട്ടാം. -147. ആൻസർ ഈസ് -147. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 100 - 3 ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റിൽ 16 - 4, പിന്നെ ഒരു കേളി ബ്രാക്കറ്റ് 15 / 3 പ്ലസ് പിന്നെ ഇത്രയും സ്മോൾ ബ്രാക്കറ്റിലാണ് 12 - 3 ഇൻറ്റു 8 and 1/3. ഇവിടെ ഇത്രയും ചെയ്യണം, എന്നിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാവൂ, എന്നിട്ട് 100ൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ ഇത് ചെയ്യണമെങ്കിൽ ഇത് ഏതെല്ലാം ഓർഡറിലായിരിക്കണം? ഇതൊരു സ്മോൾ ബ്രാക്കറ്റാണ്, അപ്പോൾ ഇത് ചെയ്യണം. ഇവിടെ ഒരു ഡിവിഷൻ കിടപ്പുണ്ട്, ഇത് ചെയ്യണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇത് രണ്ടെണ്ണം നമുക്ക് 2 സ്റ്റെപ്പിൽ എഴുതി ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് തന്നെ 3 × 8 and 1/3 കിടപ്പുണ്ട്. അപ്പോൾ ഇത് ചെയ്യുക, എന്നിട്ട് 12ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ഈ ഡിവിഷൻ ചെയ്യുക, എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ 16ൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 100ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക അതിന്. അതാണ്. അപ്പോൾ 100 - 3 ഇൻറ്റു 16 - 4 അത്രയും വരെ നമുക്ക് എഴുതാം, ഇൻറ്റു 15 / 3 5 അതെഴുതി, പ്ലസ് ഇത് ബ്രാക്കറ്റ് ഇട്ടു 12. കാരണം ഈ ക്രിയ ചെയ്യാനുള്ളത് കൊണ്ട് നമുക്കതങ്ങ് ഒന്നുകൂടെ ബ്രാക്കറ്റ് ഇട്ട് എഴുതാം. -3 ഇൻറ്റു ഇത് ഇംപ്രോപ്പർ ആക്കുന്നു, 3 24 1 25/3 സ്മോൾ ബ്രാക്കറ്റ്, പിന്നെ ഒരു കേളി ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റ്. ഇവിടെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഈ 3 അങ്ങ് വെട്ടിപ്പോകും. എന്നിട്ട് അപ്പോൾ ഇവിടുത്തെ ക്രിയ എന്ന് പറയുന്നത് ഈ സ്മോൾ ബ്രാക്കറ്റിൽ 12 - 25 എന്നാകുന്നു. എന്ന് പറയുമ്പോൾ -13. 12ൽ നിന്ന് 25 കുറയ്ക്കുമ്പോൾ -13 ആണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? 100 - 3 × 16 - 4 5 പ്ലസ് ഇത് ക്രിയ ചെയ്യുമ്പോൾ -13 അല്ലേ?
ഇതെത്രയാണ്? ഇത് ചെയ്യുക. ഇതെത്ര? 5 + -13. ഡിഫറൻസ് കൊണ്ട് വലുതിൻ്റെ ചിഹ്നം, വ്യത്യാസം കൊണ്ട് വലുതിൻ്റെ ചിഹ്നം 8ആണ്. 13ൽ നിന്ന് 5 കുറച്ചാൽ 8, -8 വരും അത്. അപ്പോൾ 100 - 3 × 16 - 4, ഈ ബ്രാക്കറ്റിലേത് -8 എന്ന് വരുന്നു. ദാറ്റ്സ് ഈക്വൽ ടു 100 - 3 × ഇത് 16 മൈനസ് ഗുണിക്കുമ്പോൾ പ്ലസ് 4 32. ദാറ്റ്സ് ഈക്വൽ ടു 32 42 6 48. 48 × 3 എന്നാണ് വരുന്നത്. 100 - 3 × 48 ആണ്. 48 × 3 എത്രയാണ്? 100 - 4 3 24 2 144 144. 100 - 144, that's equal to -44. അതിൽ നിന്ന് ചെറുത് കുറച്ച് മൈനസ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6 + 6 + 6 + 6 + 6 ബ്രാക്കറ്റിൽ ഡിവൈഡഡ് ബൈ 6 ബൈ 4 + 4 + 4 + 4 + 4 ഡിവൈഡഡ് ബൈ 4. ഇവിടെ ഇത് ഇത്രയും ബ്രാക്കറ്റാണ്. അപ്പോൾ ആ ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം മൊത്തം. അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെയോ ഇവിടെ പോലെ ബ്രാക്കറ്റ് ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ ഡിവിഷൻ ഉണ്ട് താനും. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് 4 ഡിവൈഡഡ് ബൈ 4 ആദ്യം ചെയ്യണം. അത് ചെയ്യണം. മുകളിലാണെങ്കിൽ ഇത് ആഡ് ചെയ്തതിന് ശേഷമേ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെ വരും? സ്റ്റെപ്പ് എഴുതിയാൽ 6 + 6 + അങ്ങനെ 5 തവണയെന്ന് പറയുന്നത് റിപ്പീറ്റഡ് അഡീഷനാണ്. അപ്പോൾ ഇത് 5 പ്രാവശ്യമാകുമ്പോൾ 5 × 6 എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഡിവൈഡഡ് ബൈ 6 എന്നങ്ങ് എഴുതാമല്ലോ. അതാണ് ന്യൂമറേറ്റർ. ബൈ താഴെ ഇതെത്രയാണ്? ഈ ഡിവിഷൻ ആദ്യം ചെയ്യണം. 4/4 1. അപ്പോൾ ബാക്കിയെല്ലാം കൂടെ കൂട്ടിയാൽ ഇത്രയും കൂട്ടുക. എത്ര വരും? 4 16. റിപ്പീറ്റഡ്. 4 16 1 17 അല്ലേ? 17 എന്ന് വരുന്നു. 17. 6ഉം 6ഉം വെട്ടി. അപ്പോൾ ബാക്കി എന്താണ്? 5 ബൈ ന്യൂമറേറ്ററിൽ 5, ഡിനോമിനേറ്ററിൽ 17. അപ്പോൾ 5/17 ഈസ് ദ ആൻസർ. 7/4 മൈനസ് സ്ക്വയർ ബ്രാക്കറ്റിൽ 3/2 ഇൻറ്റു -1/2 മൈനസ് പിന്നെ ഒരു കെ ഡി ബ്രാക്കറ്റ് 2.5 മൈനസ് പിന്നെ ഒരു സ്മോൾ ബ്രാക്കറ്റ് 3 അതിനകത്ത് 3 - 4 and 3/4. അതാണ് ഇവിടെ നമുക്കറിയാം. ബ്രാക്കറ്റിൻ്റെ ക്രമീകരണം നമുക്ക് അറിയാം. ക്രമം അനുസരിച്ച് ബ്രാക്കറ്റിൻ്റെ ക്രമം നമുക്കറിയാം. ഇത് ചെയ്യുക, ഇത് കുറയ്ക്കുക, പിന്നെ ഇത് ചെയ്യണം, എന്നിട്ട് ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക, പിന്നെ അത് 7/4 നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇതെത്ര വരും? ഇവിടെയൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള മുക്കാലും അരയും ഒക്കെയാണ് അല്ലേ? 3/4ഉം 1/2 ഒക്കെ നമുക്ക് വെറുതെ LCM അങ്ങനെയൊന്നും എടുക്കാതെ തന്നെ ക്രിയകൾ ചെയ്യാവുന്ന ഫ്രാക്ഷൻസാണ് ഈ പറഞ്ഞ കാല്, അര, മുക്കാൽ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമുക്ക് എളുപ്പം ചെയ്യാവുന്നതാണ്. 3 - 4 and 3/4. അതായത് ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുക എന്ന്. അപ്പോൾ തിരിച്ച് കുറച്ച് മൈനസ് ഇട്ടാൽ മതിയല്ലോ. 4 and 3/4 നിന്ന് 3 കുറച്ചാൽ എത്ര വരും? 4.25 നിന്ന് 3 കുറയണം. അപ്പോൾ എത്ര ആയിരിക്കും? 4.25 നിന്ന് 3 കുറഞ്ഞാൽ 1.25 അല്ലേ? 1 and 3/4. എന്നിട്ട് നെഗറ്റീവ് വരും അല്ലേ? അപ്പോൾ ഈ ബ്രാക്കറ്റിനുള്ളതിൻ്റെ ആൻസർ -1 and 3/4. അപ്പോൾ അത്രയും വരുന്നു. ഇതോ ഇവിടെ ഇത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷന് അവിടെയും ചെയ്യണം. ബാക്കി അങ്ങനെ നമുക്ക് സ്റ്റെപ്പ് എഴുതാം. അപ്പോൾ ഈ ക്രിയയും ചെയ്യുക, ഇതും ചെയ്ത്
അടുത്ത സ്റ്റെപ്പ് എഴുതുക. 7/4 മൈനസ്, ഇത് സിമ്പിളായി അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്ര വരും? 3 × -1 -3/4, 2 × 2 4, മൈനസ് അടുത്തത് 2 and 1/2 അതുപോലെ എഴുതി, മൈനസ് ഇവിടുന്ന് കിട്ടിയത് എന്തുമായിരുന്നു? -1 and 3/4 എന്നായിരുന്നു കിട്ടിയത് അല്ലേ? അതാണ് കിട്ടിയത്. ഇതെന്താണ്? മൈനസ് മൈനസ് പ്ലസ് ആണ്, മൈനസ് ഓഫ് മൈനസ് പ്ലസ്. അപ്പോൾ ഇവിടെ പോസിറ്റീവാണ്. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്താൽ മതി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? ഇത് 2 1/2 1 and 3/4 എത്ര വരും? 2 1 3, ഹാഫും മുക്കാലും 3/4. ഇവിടുന്ന് ഒരു 1/2 നിന്നൊരു 1/4 എടുത്താൽ 1 വരും അല്ലേ? മുക്കാലിൽ കാലും 1, പിന്നെ ഒരു കാലും കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ 1 and 1/4. അപ്പോൾ 2 1 3, പിന്നെ ഒരു 1 and 1/4 കൂടെ. അപ്പോൾ എത്രയാണ്? 4 and 1/4, 4/4 എന്ന് വരുന്നു അല്ലേ? 2.5 1/4, 4/4. അതാണ് ഈ ബ്രാക്കറ്റിനകത്ത്. അപ്പോൾ 7/4 മൈനസ് 3/4, ഇതെത്രയാണ്? -4 and 1/4, 4/4. ഇനി ഇതെത്ര? -3/4 -4 and 1/4. ഇത് ആഡ് ചെയ്ത് മൈനസ് ഇടുക എന്നുള്ളതാണ്. 4/4 മുക്കാലും 5. അപ്പോൾ ഇത് -5 ഈ വരുന്നത് അല്ലേ? -5. 7/4 മൈനസ് ഇത് -5 അല്ലേ? അപ്പോൾ മൈനസ് മൈനസ് വീണ്ടും മൈനസ് ഓഫ് മൈനസ് വന്നു കഴിഞ്ഞു. അപ്പോൾ 7/4 + 5 അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 7/4നെ നമുക്ക് എങ്ങനെ എഴുതാം? മിക്സഡ് ആക്കി അങ്ങ് എഴുതി നോക്കാം. 1/4 അല്ലേ? 7/4 + 5 ദാറ്റ്സ് ഈക്വൽ ടു 5 1 6, 6/4. ദാറ്റ്സ് ആൻസർ. അപ്പോൾ ആൻസർ ഈസ് 6 and 3/4. അപ്പോൾ ഇന്ന് നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ സിംപ്ലിഫിക്കേഷനാണ് കണ്ടത്. കുറേ പ്രോബ്ലംസ് ചെയ്തു. ആ ചെയ്ത രീതികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും അടുത്ത ഒരു കോൺസെപ്റ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.